ഹലോ എവരിവൺ. നമ്മളെല്ലാവരും പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഫിഷ് ടാങ്കിൽ ഉപ്പിടുന്നത്. ശരിക്കും ഉപ്പിടുന്നത് നല്ലതാണോ? ഉപ്പിടുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനഫിറ്റ്സ് ഉണ്ടോ? എന്തെങ്കിലും ദോഷമുണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇന്ന് നോക്കുന്നത്. നമുക്കാദ്യം ഫിഷ് ടാങ്കിൽ ഉപ്പിടുന്നത് കൊണ്ടുള്ള ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ മീനുകളിൽ കാണുന്ന ചെറിയ ചെറിയ മുറിവുകളൊക്കെ പെട്ടെന്ന് മാറുന്നതിന് ഫിഷ് ടാങ്കിൽ ഉപ്പിടുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വെള്ളത്തിൽ സാധാരണയായി കണ്ടുവരുന്ന ചെറിയ ചെറിയ ഇൻസെക്ട്സ്, ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്നൊക്കെ ഫിഷിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ഉപ്പ് സഹായിക്കും. ഫിഷിനുണ്ടാകുന്ന സ്ട്രെസ്സ് കുറയ്ക്കാൻ വളരെ നല്ലൊരു ഏജൻ്റാണ് ഉപ്പ്. അതായത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഫിഷിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴൊക്കെ ഒരു ടാങ്കിൽ നിന്ന് മറ്റൊരു ടാങ്കിലേക്ക് മാറ്റുമ്പോഴൊക്കെ ഫിഷിന് സ്ട്രെസ് ഉണ്ടാകും. ഈ സ്ട്രെസ് ഒഴിവാക്കാൻ ടാങ്കിൽ ഉപ്പിടുന്നത് കൊണ്ട് കഴിയും. ഇത്രയാണ് ഇതിൻ്റെ ബെനഫിറ്റ്സ്. ഇനി ഇതിന് ബെനഫിറ്റ്സ് മാത്രമല്ല, ഇതിന് കുറച്ച് ദോഷങ്ങൾ കൂടെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഇനി നോക്കാം. എല്ലാ ഫിഷ് ടാങ്കുകളിലും നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാൻ പറ്റില്ല. അതിലാദ്യത്തേതാണ് പ്ലാന്റഡ് അക്വേറിയങ്ങൾ. പ്ലാന്റഡ് അക്വേറിയത്തിൽ ഉപ്പ് ആഡ് ചെയ്താൽ മിക്ക ലൈവ് പ്ലാന്റുകളും നശിച്ചു പോകും. ഓസ്മോറ്റിക് ഷോക്ക് എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഉപ്പ് സസ്യകോശങ്ങളിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുകയും വെള്ളത്തിലെ ന്യൂട്രിയൻസ് പ്ലാന്റ്സിന് കൺസ്യൂം ചെയ്യാൻ കഴിയാതെ വരികയും അവയുടെ വളർച്ചയെ മുരടിപ്പിക്കുകയും പ്ലാന്റ് നശിച്ചു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്ലാന്റഡ് അക്വേറിയത്തിൽ നമ്മൾ ഉപ്പിടരുത്. കുറച്ച് മുന്നേ ഉപ്പ് ഫിഷിന് നല്ലതാണെന്ന് പറഞ്ഞെങ്കിലും എല്ലാ ഫിഷിനും അത്ര നല്ലതല്ല. ചില മത്സ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്യാറ്റ് ഫിഷ്, ടെട്ര പോലുള്ള ചെതമ്പലില്ലാത്ത മീനുകളെ വളരെയധികം ദോഷകരമായി ബാധിക്കാറുണ്ട്. ഇവ കുറഞ്ഞ സലൈനിറ്റിയിൽ പോലും വളരെ സെൻസിറ്റീവാണ്. സ്നെയിൽ, സ്ട്രിംസ്, ക്രാഫിഷ് എന്നിവയുള്ള ഫിഷ് ടാങ്കുകളിൽ നമ്മൾ ഒരിക്കലും സോൾട്ട് ആഡ് ചെയ്യരുത്. അതിനെ വളരെയധികം ഹാർംഫുള്ളായി ബാധിക്കുന്ന ഒന്നാണിത്. ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളൊരു ദോഷമാണ് സോൾട്ട് അക്യുമുലേറ്റ് ചെയ്യുമെന്നത്. അതായത് അടിഞ്ഞുകൂടും. ഉപ്പ് ആഡ് ചെയ്താൽ അവിടെ ഇവാപ്പറേഷൻ നടക്കില്ല, അതായത് ബാഷ്പീകരണം നടക്കില്ല. സോ ആഡ് ചെയ്ത ഉപ്പ് അവിടെ തന്നെ ഉണ്ടാകും. വാട്ടർ ചേഞ്ച് കൊണ്ട് മാത്രമേ അതിനെ ഇല്ലാതാക്കാൻ പറ്റൂ. നമ്മൾ സാധാരണയായി വാട്ടർ ചേഞ്ചിൻ്റെ ടൈമിലായിരിക്കും ഉപ്പിടുന്നത്. സാധാരണയായി ഒരു 25% വാട്ടർ റിമൂവ് ചെയ്ത അത്രയും വെള്ളമായിരിക്കും ടാങ്കിൽ ആഡ് ചെയ്യുന്നത്. ഓരോ വാട്ടർ ചേഞ്ചിലും സാൾട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ സലൈനിറ്റി കൂടി വരും. സാധാരണയായി 1 to 2 gram per liter അല്ലെങ്കിൽ 1 tablespoon per 10 to 11 liters എന്ന റേഷ്യോയിലാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് കയ്യിലൊരു പിടി ഉപ്പെടുത്ത് ടാങ്കിൽ ആഡ് ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ എല്ലാ വാട്ടർ ചേഞ്ചിലും സാൾട്ട് ആഡ് ചെയ്യാറില്ല. അതായത് 3-4 വാട്ടർ ചേഞ്ച് ഇടവിട്ടാണ് സാൾട്ട് ആഡ് ചെയ്യാറ്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ pH മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ സാൾട്ട് നല്ലതാണോ അല്ലയോ എന്നുള്ളത് എങ്ങനെയുള്ള ടാങ്കിൽ യൂസ് ചെയ്യുന്നു എന്ന്, എത്ര അളവിൽ എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളുടെ ടാങ്കിൽ സാൾട്ട് ആഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്കിനിയൊരു തീരുമാനം എടുക്കാം. സാൾട്ട് ആഡ് ചെയ്യുന്നവർ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.